അസ്സലാമു വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ റമദാനിലെ റഹ്മത്തിൻ്റെ പത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ലോകത്തൊരു മനുഷ്യനും വിജയിക്കുകയില്ല. നാം എല്ലാവരും എല്ലാ നിസ്കാര ശേഷവും എല്ലാ ഇബാദത്തിൻ്റെ ശേഷവും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മല്ലാ ഇർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് കരുണ കാണിക്കുന്ന സമയം നാം നമ്മിലേക്കൊന്ന് നോക്കണം, നമുക്ക് എത്രത്തോളം കാരുണ്യമുണ്ട്, കരുണയുണ്ട്. നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട്, ജീവജാലങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട് എത്രത്തോളം നമ്മൾ കരുണ കാണിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് കരുണ ചോദിക്കുക? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മതമാണ്. അള്ളാഹു അവനെ തന്നെ പരിചയപ്പെടുത്തിയത് അർ റഹ്മാൻ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹ്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അവനെ അനുസരിക്കുന്നവർക്കും അവനെ അനുസരിക്കാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്ന അള്ളാഹ്. അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണെന്നാണ്. അങ്ങനെ മൊത്തത്തിൽ കാരുണ്യത്തിൻ്റെ, കരുണയുടെ മതമായ ഇസ്ലാം, ഓരോ മുസ്ലിമും കരുണയുള്ളവനായിരിക്കണം. ഓരോ മുസ്ലിമിൻ്റെ മനസ്സും കരുണയുള്ള മനസ്സായിരിക്കണം. നോമ്പിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ തന്നെ കാരുണ്യമാണ്. തറാവി നിസ്കാരമല്ല നോമ്പിൻ്റെ പരിപൂർണത, മറിച്ചോ നമ്മുടെ മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് നാമും നമ്മുടെ കുടുംബക്കാരും ഇരുന്ന് നോമ്പ് തുറക്കുന്ന സമയം നമ്മുടെ വീടിൻ്റെ അയൽപക്കത്തുള്ള അമുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ മക്കളുണ്ട്. നമ്മളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പുറത്തെ കൃഷ്ണൻ്റെ വീട്ടിലേക്കും കൂടി നമ്മളുടെ ഭക്ഷണം എത്തിക്കാൻ നമ്മുടെ മനസ്സ് വരുന്നുണ്ടോ? അവിടെയാണ് നോമ്പിൻ്റെ പരിപൂർണത. മതഭേദമന്യേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവരായിരിക്കണം നമ്മൾ. മനുഷ്യരോടും മൃഗങ്ങളോടും പ്രകൃതിയോടും അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളോടും നമുക്ക് അങ്ങേയറ്റത്തെ കരുണ വേണം. അങ്ങനെ കരുണ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കരുണയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അവൻ്റെ കാരുണ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.